ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ ഒരു കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് BTC അല്ല, ഇത് ഈ 19-ാം തീയതിക്ക് ശേഷം മൂവ്മെൻറ്റ് നടന്നിട്ടുള്ള ഒരു ചാർട്ടാണ്. അതിനുശേഷം 23-ാം തീയതിക്ക് മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ചാർട്ടിലാണ് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് സ്ട്രാറ്റജി വേണമെന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 അവർ ടൈം ഫ്രെയിമാണ്. 19-ാം തീയതിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയും അതൊരു 21-ാം തീയതി പകുതിയോടുകൂടി പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3-4 ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നതിന് ശേഷം വലിയ ഡൗണിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 0.84 മുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്ത വൺ ടൈം ലംസം പോലെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക്, അല്ലെന്നുണ്ടെങ്കിൽ SIP മോഡലിൽ കുറേശ്ശെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് മാർക്കറ്റ് ഈ 0.9 എത്തുമ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പോർഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അസറ്റായിട്ട് മാറും. ദെൻ ഈ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിനുശേഷം മാർക്കറ്റ് 0.84 താഴത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആ ഒരു എമൗണ്ട് നമുക്ക് റീബൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണ് നമ്മുടെ അസറ്റിൻ്റെ വാല്യുവേഷൻ കൂട്ടി എടുക്കുന്നത്. ഇത് BTCയുടെ ചാർട്ടല്ല, അധികം വാല്യുവേഷൻ ഇല്ലാത്തൊരു ടോക്കണിൻ്റെ ചാർട്ടാണിത്. പക്ഷേ അപ്പോൾ അത് കാണിക്കാത്തത് നമ്മളുടെ വേറെ ആൾക്കാർ ഇത് ബൈ ചെയ്യാതിരിക്കാനായിട്ടാണ്. ഇത് ബൈ ചെയ്യാൻ പറ്റിയ ടോക്കണല്ല. നല്ല അസറ്റിൽ വേണം നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട്. നമ്മൾ ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അധികം വാല്യുവേഷൻ ഇല്ലാത്ത ലിക്വിഡിറ്റി കുറവുള്ള അസറ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോട്ടറി ആയിട്ട് നമുക്ക് തോന്നാം. അതൊരു നല്ല ശീലമല്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അതായത് സ്വിംഗ് ട്രേഡിങ്ങിലൂടെ ഇതുപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊരു ടിപ്പായിട്ട് എടുക്കാം. അതായത് നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മുടെ സ്വിംഗ് ട്രേഡിങ് റൺ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അതായത് ഓരോരോ ടൈം ഫ്രെയിമിലും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും ഏതൊരു ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റും കാണിക്കുക. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു ടൈം ഫ്രെയിമിനെ നമ്മൾ സ്ട്രാറ്റജി ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ 4 അവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 അവറിലേക്ക് മാറിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക.